ഉടുമ്പുചോല മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമാകുന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തന്നെ മുന്നണികൾ. ഇടതു വലത് മുന്നണികൾക്കൊപ്പം NDA സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമാണ്. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി തന്നെ ഇന്ന് മണ്ഡലത്തിലെത്തിയിരുന്നു. നെടുങ്കണ്ടത്ത് നടന്ന തെരഞ്ഞെടുപ്പ് യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് PA ചേരുന്നുണ്ട്. അനീഷ്, ഉടുമ്പുചോല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അനീഷ്. ഷിബിൻ, ഇന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു ഉടുമ്പൻചോലയിലെ പരിപാടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ അടിമാലിയിലെ പരിപാടി താമസിച്ചതിനാൽ തന്നെ അദ്ദേഹം എത്തിയത് ഏതാണ്ട് 5:30 കൂടിയിട്ടാണ്. 5:30-6 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. 5:30 കൂടിയിട്ട് KK ജയചന്ദ്രൻ, അതായത് ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി റോഡ് ഷോ കിഴക്കേ കവലയിൽ നിന്നും പടിഞ്ഞാറ കവലയിലെ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തുകയുണ്ടായി. ബസ് സ്റ്റാൻഡിലാണ് പരിപാടി നടന്നത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ഇവിടെ നിന്നും പീരുമേട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുമായിട്ടുള്ള വിഷയങ്ങളാണ് ഏറ്റവും കേന്ദ്രീകരിച്ച് പറഞ്ഞിരുന്നത്. അതിന് വലിയ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിഞ്ഞു. ശാശ്വത പരിഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറിച്ചുള്ള UDFന്റെ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തുകയുണ്ടായി. ഇതിനോടൊപ്പം തന്നെ VD സതീശനും അതുപോലെ തന്നെ UDFനുമെതിരെയും വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപം എന്ന് നമുക്ക് പറയുവാൻ പറ്റുമോ എന്നറിയില്ല, പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിന് ഇങ്ങനെ ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. 6:45 കൂടിയിട്ടാണ് ഇദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പീരുമേട്ടിലേക്ക് പോയിട്ടുള്ളത്. പീരുമേട്ടിൽ ഇനി സലീം കുമാറിന്റെ പര്യടന പരിപാടിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാനാണ് അദ്ദേഹം നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഇടുക്കിയിലെ 4 മണ്ഡലങ്ങളിലെയും കട്ടപ്പനയിൽ നടന്ന ഇടുക്കി നിയോജക മണ്ഡലം, അതുപോലെ തന്നെ തൊടുപുഴ, അതുപോലെ തന്നെ ദേവികുളം നിയോജക മണ്ഡലങ്ങളുടെ സംയുക്ത കൺവെൻഷൻ അടിമാലിയിലും നെടുങ്കണ്ടത്തും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് പീരുമേട്ടിലെ കൺവെൻഷനാണ്. അത് ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹം നീങ്ങിയിരിക്കുകയാണ്. ഷിബിൻ. അനീഷ്, മണ്ഡലത്തിലെ UDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണം എങ്ങനെയാണ്? ഇന്ന് കാര്യമായി തന്നെ ഇരു സ്ഥാനാർത്ഥികളും പ്രചരണങ്ങളൊന്നും തന്നെ നടത്തിയില്ല എന്ന് തന്നെ വേണം പറയുവാൻ. ഉച്ചവരെയും UDF സ്ഥാനാർത്ഥി രംഗത്തില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം പ്രചരണം ആരംഭിച്ചത്. എന്നാൽ അതിശക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ് ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് രാജാക്കാട്, രാജകുമാരി ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ 2 ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പമാണ് UDF എന്നുള്ളത്. അതായത് രാജാക്കാടിനെ നമ്മൾ എടുത്തു പറയുമ്പോൾ പതിറ്റാണ്ടുകളായിട്ട് രാജാക്കാട് ഭരിച്ചുകൊണ്ടിരുന്നത്, കൈപ്പിടിയിലാക്കിക്കൊണ്ടിരുന്നത് LDF ആയിരുന്നു. LDFന്റെ ആ ഒരു കുത്തക പൊളിച്ചുകൊണ്ടാണ് ഇത്തവണ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒപ്പത്തിനൊപ്പം രാജകുമാരിയിലും എത്തുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ നറുക്കിട്ടാണ് ഇപ്പോൾ LDF ഭരണം നടത്തുന്നത്. അതായത് രാജാക്കാട്, രാജകുമാരി, കാന്തൻപാറ, സേനാപതി, ഉടുമ്പൻചോല ഈ 5 പഞ്ചായത്തുകളിലാണ് LDFന് എപ്പോഴും മൃഗീയ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവാറുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ, വണ്ടൻമേട്, ഇരട്ടയാർ പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ തന്നെ ആധിപത്യം എപ്പോഴും LDFനാവുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളിൽ രാജാക്കാടും രാജകുമാരിയിലും ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേന്ദ്രങ്ങളിൽ തന്നെയാണ് UDFന്റെ പ്രചരണം ഏറ്റവും ശക്തമായിട്ട് നടക്കുന്നത്. NDAയിലേക്ക് വരുമ്പോൾ സംഗീത വിശ്വനാഥൻ വ്യക്തികളെ കാണുന്നതിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രമിച്ചത്. ഇന്നും അത് തന്നെയായിരുന്നു NDAയുടെ ഒരു പ്രചരണ തന്ത്രം. NDA വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം. അതിലുപരി കഴിഞ്ഞ ദിവസം ഇടുക്കി സ്ഥാനാർത്ഥിയായിട്ടുള്ള BD ജയസിന്റെ ജില്ലയിലെ നേതാവായിട്ടുള്ള രതീഷ് പ്രഭ എത്തുമ്പോൾ പറയുകയുണ്ടായി, ഇത്തവണ ഉടുമ്പൻചോല NDA പിടിച്ചെടുക്കും എന്നുള്ള അവകാശവാദമൊക്കെ തന്നെ NDAയുടെ ഭാഗത്തു നിന്നും ഇല്ലെങ്കിൽ BD ജയസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും അവരും പ്രചരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഷിബിൻ.